അത് തന്നെയാ പറഞ്ഞത്. നിരപരാധികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിരപരാധികളെ നിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ അത് താങ്കൾ പറഞ്ഞു കോടതി കേസിൽ സമരം ചെയ്തത് എന്തിനാണെന്ന്. ജാമ്യവും കോടതിയാ പരിഗണിച്ചതല്ല, അമിത്ഷാ അല്ല. ജാമ്യവും പരിഗണിച്ചത് കോടതിയാണ്, അമിത്ഷാ അല്ല. പിന്നെ സമരം ചെയ്തത് നിങ്ങൾ വളരെ പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവുന്നു സി ചാക്കോ കാളാമ്പറമ്പിൽ. നിങ്ങൾ പറയുന്നതിന് സുസ്ഥിരതയില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ എൻ്റെ പേര് തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത്. താങ്കൾ ഇരിക്കുന്ന ചാനൽ ഏതാണെന്ന് അവിടെ വന്നിട്ടുള്ള ക്യാമറ യൂണിറ്റിനോട് സംസാരിച്ച് വ്യക്തത വരുത്തിയാൽ അതൊക്കെ താങ്കൾ ക്ലാരിറ്റി കിട്ടുമെന്ന് തോന്നുന്നു. ശരി, ഞാൻ വരാം. സി ജോർജ് പൊടിപാറ, ഇവിടെ ഈ സഭ ഈ കാര്യത്തിൽ എടുക്കുന്ന ഈ ആശയക്കുഴപ്പമുണ്ടല്ലോ, ഈ ആശയക്കുഴപ്പമുണ്ടല്ലോ, ഈ ആശയക്കുഴപ്പം സത്യത്തിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഒന്നാണോ സി പൊടിപാറ, അതോ സഭ അതിനകത്ത് ഒരു കളി കളിക്കുകയാണോ? കളിയാണോ അതോ കൗശലമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ സഭയുടെ നിലപാടിൽ വല്ലാത്ത ഒരു വൈരുദ്ധ്യം കാണുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ സഭയുടെ ഔദ്യോഗിക വക്താവായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും ആ ഒരു എന്താ പറയുക, അവ്യക്തതയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ലഘൂകരിക്കുന്നതിന് പകരം അത് കുറേ കൂടി എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആ രീതിയിൽ ഉള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വിശദീകരണത്തിലേക്ക് അദ്ദേഹം പോകുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗങ്ങൾ എനിക്ക് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞല്ലോ, ചിലർ അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ്, ആ ജാമ്യം നീണ്ടു കിട്ടിയാൽ അതിലൂടെ വലിയ രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി. ചിലർ ഏറ്റവും പെട്ടെന്ന് ജാമ്യം കിട്ടിയ പ്രശ്നം അവസാനിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് സഭയോടൊപ്പം നിന്ന് ആ പോരാട്ടത്തിൽ സകല ആയുധങ്ങളും ഉപയോഗിച്ച് ആ പോരാടിയ മനുഷ്യരുടെ ആ ഒരു ആത്മാർത്ഥതയെ വേണ്ടത്ര ഗവനിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയം തോന്നുക. ഇങ്ങനെയല്ല പറയേണ്ടത്, ഇതല്ല ഉപയോഗിക്കേണ്ട ലാംഗ്വേജ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ആരാ? ഇപ്പം ഇന്നലെ തന്നെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആദ്യം നന്ദി പറഞ്ഞത് ഈ പറഞ്ഞ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമാണ്. അദ്ദേഹത്തിൻ്റെ നന്ദി ആദ്യം വന്നത് യഥാർത്ഥത്തിൽ ഇവർ കൂടി അറിഞ്ഞ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടാക്കിയ ബജരംഗ് ദൾ എന്ന് പറയുന്ന സംഘടന ഈ BJPയുടെ സംഘപരിവാരത്തിലെ പ്രധാനപ്പെട്ടൊരു കക്ഷിയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു സംഘടനയാണ്. ആ സംഘടനയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ സംഘടനയ്ക്കെതിരെയുള്ള ഒരു ശക്തമായ നിലപാടുമായിട്ട് ഇവിടുത്തെ മറ്റ് കോൺഗ്രസും അതുപോലെ തന്നെ LDF, അത് കേരളത്തിൽ മാത്രമല്ല പാർലമെൻറ്റിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും അതിശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ എന്താ പറയുക പരസ്യ നിലപാടുകളും സമരവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായ്ക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നു. മാത്രമല്ല അവരെക്കൊണ്ട് അങ്ങനെ ഒരു നടപടി എടുപ്പിക്കാൻ കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രൈസ്തവ വിശ്വാസികളുടെ പിന്തുണ മുന്നോട്ടുള്ള ആ പ്രയാണത്തിൽ അനുപേക്ഷണീയമാണ് എന്ന് തിരിച്ചറിഞ്ഞ കേരള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും അവരുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണിക്കും അതുപോലെ തന്നെ ആ പാർട്ടിയിൽ ശക്തനായി വരുന്ന ഷോൺ ജോർജ് അടക്കമുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഒക്കെ ആ നിലപാടിലേക്ക് എത്തേണ്ടി വന്നത്. അല്ലാതെ അതൊരു സ്വമേധയാ അല്ലെങ്കിൽ വളരെ സ്വാഭാവികമായിട്ട് എത്തിച്ചേർന്നൊരു നിലപാടല്ല. അത് ആദ്യം ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണം. അത് അവർക്ക് അങ്ങനെ എത്തിപ്പെടേണ്ടി വന്നതാണ്. അത് ഒരു നാച്ചുറലായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമല്ല. അതിലേക്ക് എത്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. ആദ്യം നമ്മൾ ഇതിൻ്റെ റൂട്ട് കോസിലേക്ക് കടക്കുക. ഈ കന്യാസ്ത്രീമാർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിൽ താങ്കൾ പറഞ്ഞ ഈ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന ഏതെങ്കിലും സംഘടനയ്ക്ക് പങ്കുണ്ടോ? അവരാരെങ്കിലും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തോ? ഇല്ലല്ലോ. മറിച്ച് ഈ ഒരു അവസ്ഥ സൃഷ്ടിച്ചത് ആരാണ്? ഇവിടെ ഭരിക്കുന്ന കക്ഷിയായ BJPയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ BJPയുടെ ഏറ്റവും വലിയ സംഘപരിവാർ സംഘടനയിൽപ്പെട്ട ഏറ്റവും മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമായ ബജരംഗ് ദൾ ആ കന്യാസ്ത്രീമാരെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു. അവർ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ച 3 യുവതികളെ ഭീഷണിപ്പെടുത്തി. അവരോടൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനെ മർദ്ദിച്ചു. അവർ പറഞ്ഞതൊന്നും വകവെക്കാതെ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് അവർക്കെതിരെ FIR ഇടുന്നു. അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ പിന്നീട് പറഞ്ഞതൊക്കെ നമുക്കറിയാം. പക്ഷേ അവർ അന്നും അതൊക്കെ പറഞ്ഞു. ആരും കേൾക്കാനുണ്ടായിരുന്നില്ല. അതൊന്നും വകവെക്കാതെ ഒരുപക്ഷെ ഒരിക്കലും ഇടാൻ പാടില്ലാത്ത 2 വകുപ്പുകൾ ചേർക്കുന്നു. ഒന്ന്,
അവർക്കെതിരെ ശരി, അത് ഗുരുതരമായ മനുഷ്യക്കടത്ത് വകുപ്പാണ്. ആ ആരോപിക്കുന്നു. വകുപ്പ് വെച്ച് രണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നിർബന്ധിത ഗൗരവം സഭയ്ക്ക് മതപരിവർത്തനം. മനസ്സിലാവാത്തതല്ല ശ്രീ പൊടിപാറ താങ്കൾ പറഞ്ഞതുപോലെ.